തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. പുകയൂർ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ ലോക റേഡിയോ ദിനം ആചരിച്ചു. പഴയകാല റേഡിയോകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി പ്രദർശനവും ഒരുക്കിയിരുന്നു. പഴയകാല റേഡിയോകൾ വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. എല്ലാ വർഷവും ഫെബ്രുവരി 13-നാണ് ലോക റേഡിയോ ദിനമായി ആചരിച്ചു വരുന്നത്. 1946 ഫെബ്രുവരി 13-ന് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദര സൂചകമായാണ് അംഗരാജ്യങ്ങൾ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. 1923-ലാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത്. പഴയകാലത്ത് സാധാരണക്കാരൻ്റെ പ്രധാന വാർത്താവിനിമയ ഉപാധിയായിരുന്ന റേഡിയോ ഇന്ന് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന നിരവധി റേഡിയോകളുടെ പ്രദർശനവും ഡോക്യുമെൻ്ററി പ്രദർശനവും വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേൽക്കുകയായി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ആചരിക്കുന്നത് 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ സംരക്ഷണം ആരംഭിച്ചതിന്റെ ആദരവ് സൂചകമായാണ് ഇത്. 2013 നടന്ന സമ്മേളനത്തിലാണ് ഫെബ്രുവരി 13-ന് ലോക റേഡിയോ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. മർഫി, ഫിലിപ്സ്, ടേബിൾ ടോപ്പ്, കത്തീഡ്രൽ തുടങ്ങി വിവിധ ഇനം റേഡിയോകളാണ് പ്രദർശനത്തിനായി എത്തിച്ചത്. അധ്യാപകരായ കെ റജില, ടി ഇന്ദുലേഖ, കെ രജിത എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.